നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കെ. പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നിന്റെ തലയിലുള്ള ഈ നെഗറ്റീവ് തോട്ട് എടുത്ത് കളയാമെന്ന്. ഈ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് അതൊരു പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന കാര്യമാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മളിപ്പോൾ നെഗറ്റീവ് തോട്ടാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പേഴ്സണാലിറ്റിയാണ്. എനിക്ക് ജീവിക്കാൻ പേടിയാവുന്ന, എനിക്ക് അത് ചെയ്യാൻ പേടിയാണ്, എനിക്ക് വിഷമമാണ് ഫുള്ള്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ പേഴ്സണാലിറ്റി അത് തന്നെ ആയിപ്പോവും. നേരെ മറിച്ച് ഒന്ന് ആലോചിക്കുക, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാനൊരു കാര്യം എൻ്റെ തലയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സത് മാറത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് തീർക്കും. സ്വന്തമായിട്ട് നീ ആദ്യം വിശ്വസിക്കേണ്ടതിന്നെ, എന്നിട്ടല്ലേ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത്. എപ്പോൾ നീ വിചാരിക്കുന്ന ഒരു കാര്യം ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുന്നു, അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വിഷം കയറുന്നത്. ആ സാധനമേ ചിന്തിക്കേണ്ട. നമുക്ക് നമ്മുടെ ജീവിതം നല്ലോണം ജീവിക്കാം. അല്ലാതെ നമുക്ക് ഇത്ര കളറുണ്ട്, നമുക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര ഇംഗ്ലീഷ് അറിയാം, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ഇതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ് ഓറ വേണം. ആ ഓറ ഉണ്ടെങ്കിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ദൈവം അടുപ്പിച്ച് തരും. നമ്മളുടെ ആ ഒരു പോസിറ്റീവ് ഓറയും ബാക്കി പടച്ചോൻ്റെ ഒരു കാര്യം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിരിക്കും. നിന്റെ മനസ്സിൽ നീ നെഗറ്റീവ് തോട്ട് അങ്ങ് എടുത്ത് കളഞ്ഞുതരാം. പോസിറ്റീവായിട്ട് ചിന്തിക്കും, നീ നിന്നെ വിശ്വസിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും.